സുമേഷേ, ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ കുട്ടികൾ പഠിച്ചു വളരേണ്ട ഒരു സംഗതിയാണ്. 4-ാം തീയതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി എവിടെയാകും? അതായത് എനിക്ക് കിടന്ന് തുറക്കം വരുന്നില്ല. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സുമേഷേ, എന്ത് ചേട്ടാ, അന്ന് തീയതി 2 കേട്ടോ. എന്നാ നാളെ 3 മറ്റന്നാ 4 5 അതിന് കുഴപ്പമെന്ന് തോന്നും. അല്ല, മറ്റന്ന് 4 കേട്ടോ. അതാണ് പേടി. 5-ാം തീയതി അല്ലേ ശമ്പളം ഡേറ്റ്? ശമ്പളം 5-ാം തീയതിയാണ്. പക്ഷേ അത് നമുക്ക് പൈസ നമുക്ക് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ മറ്റന്ന് 4. നീ 4-ന് എന്താണ് പ്രത്യേകത? 4 ഹിന്ദി ഇല്ലല്ലോ ചേട്ടാ. 4 കഴിഞ്ഞാൽ ഹിന്ദി ഇല്ലല്ലോ. 4 കഴിഞ്ഞാ ഹിന്ദി ഇല്ലല്ലോ. ഇന്ത്യ എവിടെ പോണു? ഇന്ത്യ ഇരുന്ന ഇടതുപക്ഷക്കാർ പറയുന്നേ. ഓ, അന്ന് പറഞ്ഞതല്ലേ? ആ, അപ്പൊ അത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാ അവര് പറയുന്നത്. അപ്പൊ തീരുമാനിച്ചത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ് അവര് പറയുന്നത്. അപ്പം 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഇല്ല, എല്ലാം പോയി. ഞാൻ ഇന്ന് രാവിലെ സകല പത്രങ്ങളും നോക്കി. കേരളമതി, മലയാള മനോരമ, മാതൃഭൂമി, സകല കിട്ടുപിടിയും നോക്കി. എല്ലാത്തിലും BJP അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള വാർത്ത എഴുതിയിട്ടുള്ളത് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. ശരി. അത് പിന്നെ ഇന്ത്യ അത് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവർ കുറ്റപ്പെടുത്തിയതല്ല, ഉള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. അതായത് 400 സീറ്റിന് മുകളിൽ BJP നേടിയെടുക്കുമെന്നൊക്കെയാണ് പലരും പറയുന്നത്, പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 120 മുതൽ 150 സീറ്റുകൾ വരെ കിട്ടുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ഈ ദേശാഭിമാനി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നു. പക്ഷെ അത് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണ്? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദേശാഭിമാനിയെ ഒരു ദേശാഭിമാനികൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗമാക്കണം. കാരണം ഇത് നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരേണ്ട ഒരു സംഗതിയാണത്. ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ കുട്ടികൾ പഠിച്ചു വളരേണ്ട ഒരു സംഗതിയാണ്. പാഠപുസ്തകത്തിൽ ഒരു ഭാഗമാക്കണം. ഗൈരളി ചാനലും അതുപോലെ തന്നെയാണ്. കാരണം അവരൊക്കെ സത്യം പറയുന്നവരാണ്. നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരാണ് ഇത് കള്ളം പറയുന്നു, നുണകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയല്ല, നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും ജാണകസംഖ്യ അതാണ് ഇതാണ് എന്നൊക്കെ പറയും. സത്യം പറയാൻ പാടില്ല ഇവിടെ. അല്ല, സത്യത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ കേരളത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. കാരണം നിങ്ങളിപ്പോൾ പറയുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ അവർ പറയുന്നു. 4-ാം തീയതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി എവിടെയാകും? അതായത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്നലെയൊക്കെ ഞാൻ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുമേഷിന് മാത്രമല്ല, ഒരുപാട് പേർക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലരും പരസ്പരം പറയുന്നു, എല്ലാവരും ഒരു ചങ്കിടിപ്പോട് കൂടിയാണ്. കാരണം ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇല്ലാത്ത പ്രശ്നമാവും. അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ദേശാഭിമാനി ഒരു പാഠഭാഗമാക്കണം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം CPM-കാർ നമുക്ക് ചെയ്തു തരുന്ന കുറേ സംഭാവനകളുണ്ട്. അതായത് പിന്നെ ഈ കുട്ടികളെ, നമ്മുടെ സ്കൂൾ കുട്ടികളെ, ഈ MM മണി, നമ്മുടെ മുൻ മന്ത്രിയായ മണിയാശാന്റെ പ്രസംഗിക്കുന്ന വേദികളിൽ ഈ കുട്ടികൾക്കായിട്ട് കുറച്ച് സീറ്റുകൾ സംവരണം ചെയ്യണം. സ്കൂൾ കുട്ടികളെ അദ്ദേഹം എവിടെയാണോ, ഏത് വേദിയിലാണോ പ്രസംഗിക്കുന്നത് ആ പ്രദേശത്തെ സ്കൂളുകളിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് നിർബന്ധമായും ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കണം. അതിനേക്കാളും എളുപ്പം എന്ന് പറഞ്ഞാൽ MM മണിയെ കൊണ്ടുവന്നിട്ട് എല്ലാ സ്കൂളുകളിലും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു പീരീഡ് പുള്ളി എടുത്താൽ പോരെ. അല്ല, ബുദ്ധിമുട്ടി പിള്ളേരെ കൊണ്ടുപോകുന്നതിനൊക്കെ അത് നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത്തരം പരിപാടികളിൽ ഈ കുട്ടികൾക്കായിട്ട് ഒരു സംവരണം, ആ പ്രദേശത്തെ സ്കൂളുകളിലെ കുട്ടികൾക്കായിട്ട് കുറച്ച് സീറ്റുകൾ ഒഴിച്ചിടണം. കാരണം ഒരുപാട് പദസമ്പത്തുകൾ, നമ്മുടെ മലയാള ഭാഷയിലില്ലാത്ത പദസമ്പത്തുകൾ, അങ്ങനെയുള്ള കുറേ വാക്യങ്ങൾ, അതുപോലെ അതൊക്കെ നമുക്ക് മണിയാശാനിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. അതേപോലെ പണ്ട് നമുക്ക് വൈകിട്ട് ഒരു 6:15 6:30 വിളക്ക് എത്തിക്കുമല്ലോ, അപ്പൊ നാമം ചോദിക്കും. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറിയിട്ട് എൻ്റെ വീടിനടുത്തൊരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു നേതാവുണ്ട്, ഓലത്താന്നി ഓമനക്കുട്ട്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് പുള്ളിയുടെ വീടിൻ്റെ നടയിൽ കൂടെ പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു കേട്ടാ. അവിടെ നാമം ജപിക്കുകയാണ്.
പക്ഷെ നമ്മുടെ ഇതല്ല നാമം ജപിക്കുന്നതിന് എന്താ, അതിപ്പോൾ നമ്മൾ പണ്ട് കാലത്തും ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മളെ രാമ 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 പാഹിമ അതല്ലേ, ഇതല്ല. വലുത്താന്ന് ഓമനക്കുട്ടൻ്റെ മക്കളിരുന്ന് അന്തസ്സായിട്ട് പാടുകയാണ്, മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ എന്നും പറഞ്ഞ് അങ്ങ് പാടുകയാണ്. അല്ല ചേട്ടാ, അത് ശരിയാണ്. കാരണം കേരളത്തിൽ മനുഷ്യത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ശരി, പറ. അതായത് മനുഷ്യത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. അപ്പം മറ്റുള്ള അതായത് സംഘി കൊങ്ങി ഐറ്റംസുകളെല്ലാം, അതായത് നമ്മളൊക്കെ മനുഷ്യരല്ല. നമ്മളത് മനുഷ്യരുടെ, അതായത് മനുഷ്യത്വം നമുക്കില്ല. മനുഷ്യരുടെ രൂപമാണെങ്കിൽ പോലും നമുക്കൊന്നും മനുഷ്യത്വം ഇല്ല. അപ്പം അവരാണ് യഥാർത്ഥ മനുഷ്യര്. ഞാൻ പറയുന്നത് കേൾക്കൂ, അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥ മനുഷ്യർ, പ്രത്യേകിച്ച് CPM-കാരാണ് യഥാർത്ഥ മനുഷ്യർ. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ മനുഷ്യർ അവർ പറയുന്നത് എന്താണ്, നമുക്ക് തരുന്ന ഒരു പ്രചോദനമാണത്, മനസ്സ് പ്രചോദനമാണ്. അല്ലെങ്കിൽ നമ്മളോട് അവർ പറയുകയാണ് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുകയാണ്. കാരണം അവർ മനുഷ്യരാണ്, അവരെ പോലെ ആകണം, നമ്മൾ മനുഷ്യരാകണം എന്നാണ് അവർ പറയുന്നത്. അതിലെന്താണ് തെറ്റ്? അപ്പൊ അതാണ് സംഭവം, അതാണ് കാര്യം. അപ്പോൾ നമ്മളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ നമ്മളും CPM-കാരെ പോലെയൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ നാമം ജപിക്കുന്ന കാര്യം പറഞ്ഞു. നാമം ജപിക്കുന്ന കാര്യം പറഞ്ഞെങ്കിൽ പോലും പിന്നെ നമ്മളിപ്പോൾ എന്താണ്, നമ്മുടെയൊക്കെ വീടുകളിൻ്റെ ഫ്രണ്ടിൽ ഒരു ദൈവങ്ങളുടെയൊക്കെ പടം വയ്ക്കാറുണ്ട്. അയ്യപ്പൻ്റെ പടം, അതുപോലെ മുരുകൻ, ശിവൻ, ഗണപതി, ലക്ഷ്മി, സരസ്വതി, പിന്നെ അതുപോലെ കന്യാമറിയം, പിന്നെ യേശു ക്രിസ്തു, അങ്ങനെ പലരുടെയും പടം വയ്ക്കാറുണ്ട്. മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ഈ മക്കയുടെ പടമൊക്കെ വയ്ക്കുന്നവർ ഇതുണ്ട്. ഞാൻ പറയുന്നത് അത് മാറ്റണം, ഇതെല്ലാം മാറ്റണം. ഇത് മാറ്റിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഒരു ചരിത്രത്തിലുണ്ടല്ലോ കാറൽ മാക്സ്, ലെനിൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പടം അതൊക്കെ ചില വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ. അത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മനുഷ്യത്വമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ മാത്രമാണ് അതുള്ളത്. പക്ഷെ അത് കേരളത്തിലെ സകല വീടുകളിലും, എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉൾപ്പെടെ നമ്മളത് വ്യാപിപ്പിക്കണം. കാരണം നമ്മളിപ്പോ ഈ പിന്നെ കാറൽ മാക്സിന്റെയും പിന്നെ ലെനിന്റെയും ചുരുട്ടും കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അത് മുട്ടയാണോ? ചുരുട്ടൊക്കെ കടിച്ചു പിടിച്ചിങ്ങനെ ചുരുട്ട് കടിച്ചു പിടിച്ചിങ്ങനെ ചെകുവേര. ചെകുവേര, അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ പറയുന്നത് പോലെ നമുക്ക് ഈ കാറൽ മാക്സിന്റെയും ഒക്കെ പടങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കണം. അതുപോലെ ഓരോ വീട്ടിലും അത് ഈ ചെകുവേര, നിങ്ങൾ ഈ പറഞ്ഞില്ലേ ചുരുട്ട് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പേര് ഒഴിവാക്കിയത്. അത് നമ്മൾ ഈ മുൻവാതിലുകളിൽ മുസ്ലിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ നമ്മുടെ വിശുദ്ധ കബയുടെ ഇത് കൊത്തിവെക്കാറുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ ജീസസിനെ, പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ദൈവങ്ങളെ അല്ലെങ്കിൽ ഓം, ഇതൊക്കെ കൊത്തിവെക്കാറുണ്ട്. ഞാൻ പറയുന്നത് അത്തരം ഡോറുകളിൽ ഇനി ചെകുവേരയുടെ പടം അതാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ കഴിവതും പച്ച കുത്തണം. ചെകുവേരയുടെ പടം നമ്മൾ പച്ച കുത്തണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുടെ ഇപ്പോൾ 4 വർഷം ബിരുദ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് കുട്ടികളുടെ ടീഷർട്ടിലൊക്കെ ചെകുവേരയുടെ പടം കുത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് പല ഓട്ടോറിക്ഷയുടെ പിന്നിലും, അതുപോലെ 2 വീലറിൻ്റെയൊക്കെ പയ്യന്മാരുടെയൊക്കെ 2 വീലറിൻ്റെയൊക്കെ പുറകിലും ഒക്കെ ചെകുവേരയുടെ പടം കാണാം. മനസ്സിലായോ? അപ്പം അത്തരം പടങ്ങൾ നമ്മൾ ഈ ചെകുവേരയുടെ പടം നമ്മൾ ഇതിൽ കുത്തിവെക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ, ഞാനിപ്പോൾ ഈ മരിച്ചുപോയ അച്ഛൻ്റെ പടമൊന്നും വയ്ക്കണ്ട അല്ലേ? അതൊക്കെ വെക്കാം, അത് വേണമെങ്കിൽ വെക്കാം, എവിടെയെങ്കിലും വെക്കാം, എവിടെയെങ്കിലും ഒരു മൂലയിൽ വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു, ചെന്ന് കയറി വരുമ്പം നമ്മൾ ഇതാണ്. പിന്നെ അത് മാത്രവുമല്ല, നമ്മൾ ഇനിയിപ്പോൾ ഞാൻ എല്ലാം വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ഏത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്? പ്രാവർത്തികമാക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത്രയും ദിവസം ഈ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെ CPM-കാരെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് പിന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകുമെന്നാണല്ലോ, അങ്ങനെ എനിക്ക് ദൃഷ്ടാന്തം ഉണ്ടായി. അപ്പോൾ ആ കണക്കിനാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ എടുത്തു നോക്കട്ടെ, എപ്പോഴും കള്ളങ്ങളോടൊപ്പമേ ആൾക്കാർ നിൽക്കുകയുള്ളൂ അല്ലേ? നുണ എവിടെയാണോ, അല്ലെങ്കിൽ ഈ അപവാദങ്ങൾ പറയുന്നത് എവിടെയാണോ, വഞ്ചിച്ച് മുന്നേറുക, അപവാദങ്ങൾ എവിടെയാണോ, അല്ലെങ്കിൽ എന്താണോ വിലക്കപ്പെട്ടത് അതിലേക്ക് ആണ് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ ഒരുപാട് പത്രങ്ങളുണ്ട്. മംഗളം, മാതൃഭൂമി, കേരള കൗമുദി, മലയാള മനോരമ, അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്? അതെല്ലാം നുണയാണ്. പക്ഷെ ദേശാഭിമാനി പറയുന്നതോ, അവർ പറയുന്നത് വ്യത്യസ്തമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ദേശാഭിമാനി പറയുന്നത്. അപ്പോൾ ആര് പറയുന്നതാണ് സത്യം?
അതേപോലെ ദേശാഭിമാനി പറയുന്നതാണ് സത്യം. അതേപോലെ നമ്മുടെ കിണറേഷ് കുമാർ പുള്ളിയുടെ വാർത്തയിൽ പറഞ്ഞിട്ട് യെച്ചൂരി സോണിയാഗാന്ധിയായിട്ട് സംസാരിക്കാൻ പോയി. കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുമായിട്ട് അവൻ്റെ ആരാവണം എന്താവണം എന്നൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ടായ സത്യമാണ് അത്. അല്ല, അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ആളാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും സത്യമായിരിക്കും. കാരണം ഒരു കിണറിലെ തൊട്ടിയും കപ്പിയും കയറും എല്ലാം ഉണ്ടായിരിക്കെ ഈ കിണറിനുള്ളിൽ കിടക്കുന്ന വെള്ളം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ ഈ കപ്പി കൊണ്ട് ഈ തൊട്ടിയിൽ കോരാതെ ആ തൊടിയിലിറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഈ വെള്ളം പരിശോധിച്ച ആ മനസ്സ്, അതാണ് സത്യസന്ധത എന്ന് പറയുമ്പോൾ. പക്ഷേ ആ താഴെ ആരും നിൽക്കാത്ത അവിടെ കിടന്ന് തവള ആത്മഹത്യ അല്ല, തവളയ്ക്കൊക്കെ അവിടെ എത്രയോ തവളകൾ ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം അതിൽ പലതും എല്ലാം ഇങ്ങനെ അത് കണ്ണു മുകളിലാണല്ലോ. അപ്പം ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ്. അതിൽ അന്ന് പലതും ഭയപ്പെട്ടാണ് ഹൃദയാഘാതം ഉണ്ടായെന്ന് പറയുന്നു. കിണറേഷ് കുമാർ മുമ്പ് തുടക്കത്തില് കോട്ടേഷ് കുമാർ എന്നായിരുന്നു. രാമാശ്രീ അതെന്താ ആയിക്കോട്ടെ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഈ കാര്യം. അതുപോലെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈ DYFIക്കാർക്കല്ലാതെ അവർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതിപ്പോൾ വളരെ നല്ല കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവർക്ക് കിടക്കുന്ന ആൾക്കാർ, പാവപ്പെട്ടവർ, കൂലിപ്പണിക്കാർ, അവർക്കൊന്നും ഈ ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരേ ഒരു നല്ല പ്രവൃത്തി ഞാൻ പറയുന്നത് ഈ ഉച്ചയൂണ് കൊടുക്കുന്നതാണ്. അല്ല, അത് മാത്രമല്ല, മാറാവ്യാധികൾ ഈ അറ്റാക്ക് വന്ന് ചാവാൻ കിടക്കുന്നില്ലേ, അവർക്ക് ഒരു കൊടുത്തിട്ട് വിളിച്ചു പറയുന്നത് അത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നാളെ മുതൽ ദേശാഭിമാനി വരുത്തണം. കാരണം അതിലാണ് പഠിക്കാനുള്ളത്, മനസ്സിലായോ? അതിലാണ് പഠിക്കാനുള്ളത്. ഒരു പാഠഭാഗമായിട്ട് അതിനെ മാറ്റണം. അതുപോലെ മണിയാശാനെ പോലുള്ളവരെ കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ കോളേജുകളിൽ, പ്രത്യേകിച്ച് വിമൻസ് കോളേജുകളിൽ ഈ മണിയാശാനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. അദ്ദേഹത്തെ ഗസ്റ്റ് ലെക്ചറായിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. അത് എല്ലാതും പ്രത്യേക വിഷയങ്ങളാണ്. പദസമ്പത്ത്, കാരണം നമ്മൾ കേട്ടിട്ടില്ലാത്ത പദസമ്പത്തുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നിർഗളമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് പിണറായി വിജയനും അദ്ദേഹം വളരെ, അതായത് ഒരു വ്യക്തി, ഒരു കുട്ടി എങ്ങനെ ഒരു തലമുറയിൽ കുട്ടി എങ്ങനെ വളർന്നു വരണം, എങ്ങനെ മറ്റുള്ളവരോട് സഹകരിക്കണം, പെരുമാറണം, സംസാരിക്കണം, ഇടപെടണം എന്നൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഇന്ന് റോൾ മോഡലായി നമ്മുടെ കേരളത്തിലുള്ളൂ. അത് പിണറായി വിജയനാണ്. ആണല്ലേ? പിന്നെ വളരെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എല്ലാവരോടും വളരെ കുട്ടികളൊക്കെ അദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തിനും അങ്ങോട്ട് കടം വാങ്ങിച്ചില്ലടാ നിങ്ങൾ കാര്യം നടത്തുന്നതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലതവണ. CPM-കാരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്രം കൊടുക്കാത്തവരെന്ത് ചെയ്യും? കേന്ദ്രം പണം കൊടുത്താലല്ലേ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിരിക്കുന്നു. എപ്പോഴാണ് ഒരു ആവശ്യം വരണമെന്ന് പറയാൻ പറ്റില്ല. അത് ആവശ്യം വരുന്നത് മാത്രമല്ലെന്നേ. പണ്ട് എന്താണ് ഈ ആനയുള്ള തറവാട്ടിലെ ആനയെ കെട്ടിയിടും. ആന കെട്ടുന്നത് എന്താണ്? അകത്ത് പട്ടിണിയാണെങ്കിലും ആനയെ വാങ്ങിച്ച് കെട്ടും. കാരണം വരുന്നവരിത് കാണാം. പ്രതാപം. അപ്പം നമ്മുടെ പ്രതാപം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളും കേന്ദ്രപ്രദേശങ്ങളും ഉണ്ട്. അത്രയും ഉള്ളപ്പോൾ പോലും നമ്മൾ ഈ ഒരു കേരളം, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേരളത്തെ കണ്ടുപഠിക്കണം. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ജാർഖണ്ഡിലാണ് ഇതുപോലെ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ ഉള്ളത്. പക്ഷെ ജാർഖണ്ഡിനെയും കേരളത്തിനെയും ഒക്കെ ജാർഖണ്ഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഈ മാവോയിസ്റ്റ് ആക്രമണങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പം നിരീക്ഷണത്തിനും മറ്റുമായിട്ട് ഇത് ആവശ്യമുണ്ട്. പക്ഷേ കേരളത്തിൽ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഒരു ഹെലികോപ്റ്ററിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെയാണ് നമ്മൾ അതിൻ്റെ കാര്യം. അതായത് ഒരു ഹെലികോപ്റ്റർ അതിനെങ്ങനെ തേയ്മാനം വരാതെ അതിൻ്റെ ഉടമസ്ഥന് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം, നമുക്കതിൽ നിന്ന് ഒരു കമ്മീഷൻ അടിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. കാരണം വരുമ്പോഴത്തേക്കും ഇപ്പോൾ കേരളത്തിൽ, രാജ്യത്ത് ആര് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ ഹെലികോപ്റ്റർ ഉണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്ററിൽ എടുത്ത് അതൊരു അത് എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾക്കും അത് അന്തസ്സാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം. കണ്ടില്ലേ?
എന്തോന്നു രോമാഞ്ചം. തൊലിയും ചെതിലെ ഒരു രോമം ഉണ്ട് കേട്ടോ. അല്ല എന്നാലും ആ ഉള്ള രോമം എഴുതിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരം കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ട് എന്താണ് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട്, മാസപ്പടി, ഇതെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതുപോലെ വിദേശത്ത് ഞാനും പിന്നെ എന്താണ് പിണറായി വിജയൻ്റെ ഭാര്യ, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ സഖാവാണ്, നമ്മുടെ നേതാവാണ്. അദ്ദേഹം നമ്മുടെ പിന്നെ ഭാര്യയും മകളും ചെറുമകനും മരുമകൻ്റെ വീട്ടുകാരുമായിട്ട് പോയതിന് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താനാകും? അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം നമ്മളെല്ലാം എവിടെയെല്ലാം പോകുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത്. അല്ല, അതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരെ പൈസയാണെന്ന് അറിയണ്ടേ? അല്ല, ഒരു കടമ നമുക്ക്. അതായത് നമ്മള് ഈ കണ്ണൂര് വലിയ ഒരു തറവാടുണ്ട്, ഒരു കോവിലകം. അതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പ്രതാപവും അതുപോലെ സമ്പത്തും ഭൂസ്വത്തുക്കളും അതുപോലെ ആനകളും. പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ആനകള്, കാരണം വീടിന്റെ മുമ്പിലൊക്കെ ആനകൾ ഇങ്ങനെ നിരത്തിക്കെട്ടിരിക്കും. അതുപോലെ കന്നുകാലികൾക്ക് തന്നെ ഒരുപാട് കന്നുകാലികൾ. അപ്പോൾ പിന്നെ കോവിലകത്തിന്റെ പേര് മുണ്ടയിൽ കോവിലകം. ആ മുണ്ടയിൽ കോവിലകത്ത് ഒരു അംഗമാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണമെടുത്ത് ധൂർത്തടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. അത്രയ്ക്ക് ആസ്തിയുണ്ട്, അത്രയ്ക്ക് ആസ്തിയുള്ള കോവിലകം. എന്നിട്ട് പിന്നെ ഈ ഇവിടെ കിടന്ന് ഈ വെളിയിൽ കിടക്കുന്നവന്മാര് അങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞു അത് ഈ അസൂയ ഉണ്ടായിരിക്കും. സംഘികളും കൊങ്ങികളും പലതും പറയും. അതിന് നമ്മൾ അസൂയ കൊണ്ടാണ്. അസൂയ, കാരണം ഇദ്ദേഹം ഇത്രയും നന്നായിട്ട് ഭരിക്കുകയാണ് കേരളം. കേരളത്തിനെ പോലൊരു സംസ്ഥാനം പിന്നെ കേരളത്തിലില്ല, അല്ല സോറി രാജ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ അതായത് നമ്മള് എവിടെയും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി അത് എന്തെല്ലാം വികസനങ്ങൾ നടത്തി, പിന്നെ വികസിച്ചു. കാരണം നമ്മുടെ പൊതുഖജനാവിലെ സ്ഥലം വികസിച്ചു. പിന്നെ കാരണം ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടുകൂടി ആ പൊതുഖജനാവിനകത്തുണ്ടായിരുന്ന സ്ഥലം ഒരുപാട് വികസിച്ചു. അതൊരു വികസനമല്ലേ? പിന്നെ അതുപോലെ ഇവിടെ പിന്നെ UDF സർക്കാരിന്റെ കാലത്ത് 89 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം 902 ബാറുകൾ എന്തോ ഉണ്ട്. വികസനമാണോ? അത് വികസനമല്ലേ? ഇതൊക്കെ നമ്മളൊന്നും ഇതൊന്നും അറിയണില്ല. അത് വികസനമല്ലേ? സാധാരണക്കാർ ഇതൊന്നും അറിയണില്ല. വികസനമല്ലേ? അതുപോലെ പിന്നെ കുറ്റകൃത്യങ്ങളിൽ രാജ്യത്ത് കേരളം നമ്പർ 1 ആണ്. അതെന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? കുറ്റകൃത്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ് രാജ്യത്ത്. പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ കേരളം നമ്പർ 1 ആണ്. വിവാഹമോചന കേസുകളിൽ കേരളം നമ്പർ 1 ആണ്. അതുമാത്രം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, അതുപോലെ ഇത്തരം കേസുകളിൽ അതേപോലെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഏറ്റവും കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ ഇതൊക്കെ വികസനമല്ലേ? എന്താണ് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഈ സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താൻ ഇത്തരം നമ്മൾ ഈ ചുമ്മാ കിടന്ന ഓരോരുത്തർ പറയുമ്പോഴേ ഈ സുധാകരനും സതീശനും ഒക്കെ പറയുമ്പോൾ അതിനെ ചുവട് പിടിച്ച് നമ്മൾ ഓരോ കുറ്റം ഈ പിണറായിക്കെതിരെ പറയും. സത്യം പറഞ്ഞ സുമേഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് ഞാനൊന്നും പറയില്ല. കാര്യമെന്നറിയാം, അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വൈകിട്ട് വിളക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ പടം വെച്ചിട്ട് വിളക്ക് എത്തിക്കാൻ പറ്റുമോ? വിളക്ക് എത്തിക്കാനോ? ഇപ്പൊ നമ്മള് ഗണപതിയുടെ നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിളക്ക് കത്തിക്കും. ഇവർക്ക് വിളക്ക് കത്തിക്കണ്ട. നമ്മളെ മറ്റേ ഐറ്റം കിട്ടുമല്ലോ, വലിക്കുന്ന സാധനം, പോച്ചിടുന്നത്. അത് ചെകുവേരയ്ക്ക് മാത്രമല്ലേ? അല്ലല്ല, അത് നമ്മൾ ഈ കുന്തിരിക്കാൻ പോയിക്കുന്ന ചെറിയ ഈ പാത്രം കിട്ടും. അതിൽ നമ്മൾ കുറച്ച് കനലിട്ടിട്ട് ഈ സാധനം അതിലോട്ട് ഇടുക, ഐറ്റം അതിനകത്തോട്ട് ഇടുക. അതിന് കേസില്ല. അതിന് കേസില്ല. അതൊക്കെ വഴി, അതൊക്കെ നമ്മൾ വിടുക, കേസ് വിടുക. അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യം. പക്ഷേ അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ പല വിദ്യാർത്ഥി സംഘടനകളിലും ആള് കാണില്ല, പല യുവജന സംഘടനകളിലും ആള് കാണില്ല. അപ്പൊ അതോടെ അത് വിട്. അപ്പൊ നമ്മൾ ഒരു പിന്നെ ഇനി അത് മാത്രമല്ല, നമ്മളൊന്ന് ഈ പിന്നെ ഇത് നമ്മളെടുത്ത് ഇങ്ങനെ പുകച്ച് ചെകുവേരയുടെ ഒക്കെ പടത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് വലം വയ്ക്കും. മന്ത്രം വല്ലതും ഉണ്ടായിരുന്നു ഇതിന്? പ്രത്യേകിച്ച് മന്ത്രമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് മനുഷ്യനാകണം, അല്ലെങ്കിൽ ഇൻകുലാബ് സിന്ദാബാദ്, ഇതൊക്കെ നമുക്ക് ഇൻകുലാബ് സിന്ദാബാദ് പിന്നെ ഇനിയിപ്പോ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മളെ ഗോവിന്ദ മാഷ് അതൊക്കെ പറയാൻ അത് കാര്യമില്ല എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യുക. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. കഴിവതും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം ഈ പിണറായി, ഞാൻ പറയുന്നത് അതിനേക്കാളും മനുഷ്യനാകാതെ ഇപ്പോൾ ഇവരെ പടം നോക്കിയിട്ട് ഇല്ല മരിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു, അങ്ങനെയുള്ളൊരു പാടിയ കുഴപ്പമുണ്ടോ? അങ്ങനെ പാടിയാലും മതി. അതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഗാനം. കാരണം ഒരു മരിച്ചിട്ടില്ലല്ലോ, ഗാനമല്ല, നല്ലൊരു പ്രാർത്ഥന. അപ്പൊ അവര് ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണല്ലോ അവർ പറയുന്നത്. അതെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. കാരണം ചെകുവേര എന്തായിരുന്നു?
ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അതിപ്പോ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതേപോലെ ഇപ്പൊ വീട്ടില് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. അതിനെ ഡേ കെയറിൽ കൊണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരാൾ പറഞ്ഞു ആ ഡേ കെയറിൽ കൊണ്ടാക്കുന്നതിനേക്കാളും വൈകിട്ട് മാനവീയം വീതിയിൽ കൊണ്ടാക്കിയാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറയണം എന്ന് ആലോചിച്ചതാണ്. കാരണം നമ്മുടെ കുട്ടികൾ സംസ്കാരം എന്ത് എന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ അവരെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ മാനവീയം വീതിയിലോട്ട് കൊണ്ടാക്കണം. ഒറ്റയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ അവരെ കൊണ്ടാക്കുക. കൊച്ചു കുട്ടികളെ നമ്മളിപ്പോൾ എന്താണ് പാർക്കിലും അത് എത്രയും നേരത്തെ ആക്കാൻ പറ്റുമോ അത്രയും നല്ലത്. നടന്ന് തുടങ്ങുന്നത് തന്നെ പിച്ച വെച്ച് നടക്കുന്നത് തന്നെ അവിടെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. കാരണം അവർ അത്രയും അവരുടെ ബുദ്ധിനെ ഉറയ്ക്കും. അപ്പം നമ്മളിപ്പോൾ അംഗൻവാടിയിലും പാർക്കിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നല്ലോ. എന്തിനാ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പാർക്കിലും ബീച്ചിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് വഷളാക്കുന്നത് എന്തിനാണ്? അതൊക്കെ നിങ്ങളെ ആ ചിന്താഗതിയൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മാനവീയം വീതിയിലേക്ക് നിങ്ങൾ ആ കുട്ടികളെ കൊണ്ടുപോയി ആക്കുക. അവരത് കണ്ട് പഠിക്കട്ടെ, കണ്ട് വളരട്ടെ. ഞാനിപ്പോ അന്ന് എൻ്റെ ഈ മക്കളെ കൊച്ചു പ്രായത്തിൽ ഈ മാനവീയം വീതിയൊന്നും ഇല്ല. അതില്ലാത്തതുകൊണ്ട് പാവം ആ ചെറുക്കനെ ഞാൻ ദുബായിൽ അവനൊരു ജോലി വല്ല കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലായിരുന്നു. മറ്റേതാണെങ്കിൽ ഇവിടെ കിടന്ന് അല്ലേ വളരേണ്ട പിള്ളേരല്ലേ. ഇവിടെ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റ്, നിങ്ങൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ നിങ്ങളൊരു വൻ പരാജയം. ഒന്നാമതേ നിങ്ങൾ ഭൂലോക തോൽവിയാണ്. ഒന്നാമതേ നിങ്ങൾ ഭൂലോക തോൽവി. കൂട്ടത്തിൽ നിങ്ങളൊരു അച്ഛൻ എന്നുള്ള നിലയിൽ അതിലും വലിയ തോൽവിയാണ്. ഒരച്ഛൻ്റെ ദീനരോധന. അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് നിങ്ങളുടെ മകനെ SFIയിൽ ചേർക്കുക എന്നുള്ളതായിരുന്നു. SFIയിൽ ചേർത്ത അല്ല, അവനിപ്പോ ഒരു 23-24 വയസ്സായി. ഇന്ന് അന്തസ്സായിട്ട് ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഉദ്യോഗത്തിൽ ഇപ്പൊ കണ്ടില്ലേ, ആർഷോയൊക്കെ കണ്ടില്ലേ എത്ര അന്തസ്സോട് കൂടിയാ. കാരണം IPS ഉദ്യോഗസ്ഥരെ പോലും പിന്നെ വിറപ്പിച്ച് നിർത്തുന്നവനാണ് ഈ പറയുന്ന ആർഷോ. അപ്പൊ നിങ്ങളൊരു അച്ഛൻ എന്നുള്ളത് നിങ്ങൾ അച്ഛനാണോ? മനുഷ്യ നിങ്ങൾ അച്ഛനാണോ? നിങ്ങൾക്ക് മകനോടും കുടുംബത്തോടും എന്ത് കർത്തവ്യത ബോധമാണുള്ളത്? എന്ത് ധാർമ്മികതയാണുള്ളത്? സത്യം. പൊന്നു മക്കളെ, ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറയാണ്, പൊന്നു മക്കളെ അച്ഛൻ തോറ്റുപോയടാ, തോറ്റുപോയി. അപ്പം നിങ്ങൾ തോറ്റു. അത് ഭൂലോക തോൽവിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം തോറ്റു എന്ന് പറയേണ്ട കാര്യമില്ല. വലിയ മണ്ടത്തരമായി പോയി. അപ്പം ഇതൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാരാണ്. ഞാനും സുമേഷുമായിട്ട് ഒരു 3 വയസ്സിന്റെ വ്യത്യാസം വരും അല്ലേ? ഞാനും സുമേഷുമായിട്ട്. ഒന്നുകൂടെ പറയാം. സുമേഷിനിപ്പോ 43. ഒന്നും കൂടെ പറയാം. നമ്മള് തമ്മിലൊരു 3 വയസ്സിന്റെ വ്യത്യാസം വരും. നിങ്ങളെ വയസ്സ് പറ. എന്നെ 43. എത്ര കൊല്ലം മുമ്പ്? 20 കൊല്ലം മുമ്പ്. 10 വർഷത്തിന് മുമ്പ്. ശരി, അത്ര ആയിക്കോട്ടെ. പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര അറിവുള്ളവനാണ്, എനിക്ക് ശേഷം ആരും ഇല്ല എന്നൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞ സുമേഷേ, വളരെ സത്യസന്ധമായ, ഇനിയെങ്കിലും എനിക്ക് ആ ഒരു രീതിയിൽ നീങ്ങാൻ വേണ്ടി ഇത്രയും സത്യസന്ധമായിട്ടും ഈ അറിവൊക്കെ എവിടുന്ന് കിട്ടി? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കാലം മൂലധനം വായിച്ചിട്ടുണ്ട്. ഞാൻ മൂലധനം വായിച്ചിട്ടില്ല. സമയം കിട്ടിയില്ല. മൂലധനം വായിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം കണ്ടിട്ടുണ്ട്? അതൊന്നും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് കാണാൻ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇത് ഈ പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ചു. ഈ ചിന്തിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യമായത്. കാരണം എന്താണ് സത്യം എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കും. അതുപോലെയാണ് ദേശാഭിമാനി ഒറ്റപ്പെട്ടു. പക്ഷെ സത്യത്തിന്റെ മുഖം വികൃതമാണെന്നൊക്കെ പറയും. ചുമ്മാ പറയാനല്ല. സത്യത്തിന്റെ മുഖം വികൃതമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വികൃതമൊന്നുമല്ല. ഇല്ല, എന്നാലും ഈ പറഞ്ഞ കണക്ക് വികൃതമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഈ മണിയാശാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, പിണറായി വിജയൻ ചെയ്യുന്ന കാര്യം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മണിയാശാൻ ഒന്നും വേണ്ടെന്ന്, പിള്ളേർക്ക് നല്ല മെമിക്രി വരെ പുള്ളി ഒന്നും പറയണ്ടല്ലോ. ആ കൈയൊക്കെ ചുരുട്ടി ഈ അടി തല ഈ അടി. എനിക്ക് ഇടയ്ക്ക് തോന്നിപ്പോയെന്നറിയാമോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രസംഗം എടുത്തു നോക്ക്, പാവം അങ്ങനെ ഓഡിയൻസിനെ നോക്കി ഒരു വക പറയില്ല. ഇങ്ങനെ ചെടി എന്നിട്ട് ഈ സ്റ്റേജിലിരിക്കുന്നവരടുത്താണ് ഈ പുള്ളി കാര്യം പറയണത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്തും പറയും, ഇവിടെ ഇരിക്കുന്ന ആളുടെ അടുത്തും പറയും. ടിങ് ഈ ലെവലിൽ അടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഇങ്ങനെ തലയറ്റ ഊരി തെറിച്ചു പോകും. ആ ലെവലിലാണ്. അപ്പം നല്ലൊരു മെമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. മെമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമുക്ക് പിന്നെ ഇപ്പം കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരോടും അല്ലെങ്കിൽ പുതിയ തലമുറയോടും ഒക്കെ പറയാനുള്ള ഈ കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചു. ഇനി എന്തായിരുന്നാലും എനിക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. കാരണം 4 ഇന്നും 2 ആയി. ഇനി നാളെ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ.
മറ്റന്നാൾ ഇന്ത്യ ഇല്ല. ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ചില ആളുകൾ വെളിയിൽ ഇറങ്ങുമ്പോഴേ മരപ്പട്ടിന്നായിട്ടാ വിളിക്കുക. പറയാൻ പറ്റില്ല. എനിക്ക് അതിൽ ഒരാളിനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വക്കം പുരുഷോത്തമൻ അറിയാമല്ലോ, പഴയ നിയമസഭ സ്പീക്കറൊക്കെ ആയിരുന്നു, മന്ത്രിയായിരുന്നു. പുള്ളി ചിരി ഒഴിവാക്കി ഒരു പരിപാടിയില്ല. അത് ഒരു മനോരമയിലൊക്കെ പണ്ട് അങ്ങനെ ഒരു പടം തന്നെ എടുത്തിട്ട് ആളുകളെല്ലാം കൂടെ ഭയങ്കരമായിട്ട്, പക്ഷെ അദ്ദേഹം അത് സൂചിച്ച് ആരോ മരിച്ച റീത്ത് വയ്ക്കുകയാണ്, അതിന് നല്ല ചിരിച്ചുകൊണ്ട് നിന്ന് ആ റീത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ നോക്കി. അതേപോലെ മരണം വന്നാലും ജനനം വന്നാലും ചിരിച്ചോണ്ട് നിന്ന് കാര്യം പറയണ നമ്മുടെ ഇടതുപക്ഷത്തിലെ ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാണെന്ന് പറ, പെട്ടെന്ന് പറ. ചിരിച്ചോണ്ടെന്ന് കാര്യം എപ്പോഴും ചിരിയാണ്. അല്ല, പിണറായി വിജയൻ അങ്ങനെ ചിരിച്ചത് മറ്റേ ഇത് 11 വർഷം കഴിയുമ്പോഴേ നമുക്ക് നീലക്കുറിഞ്ഞ് പൂക്കണേ. എവിടെ? മൂന്നാറില് 11 13 12 വർഷം. അതേപോലെ 12 വർഷം കൂടുമ്പോഴാണ് അതേപോലെ ഒരു ചെറിയ ചിരി പുള്ളിയുടെ എന്ന് വരുന്നത്. അത് പുള്ളിയുടെ കുഴപ്പമായിരിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദേശീയ സെക്രട്ടറി യെച്ചൂരി. അയ്യോ, അങ്ങനെ ചിരിക്കാതെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിഞ്ചു മനസ്സാണ്, ഇളം മനസ്സാണ്. ചിരിക്കുന്നതിന്റെ പിന്നിലൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും ശരി, അങ്ങനെ മാത്രം എനിക്ക് പിന്നെ കുറ്റം പറയാനും. അതുപോലെ സുമേഷ് ഇപ്പൊ കുറ്റമൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അപ്പോൾ എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. ഞാൻ നിരന്തരം ഇവിടെ വന്നിരുന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും ഈ പിന്നെ ദേശാഭിമാനിയെയും ഒക്കെ ഞാനിങ്ങനെ അപമാനിച്ചല്ല വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൽ നിന്നെല്ലാം ഈ പറഞ്ഞ കണക്ക് ബുദ്ധന് പിന്നെ ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായതുപോലെ പിന്നെ അതുപോലെ എനിക്കും ഇന്നലെ പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളും ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കണം. എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഏതാണ്? ഈ 4-ാം തീയതി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് വരുമോ? അങ്ങനെയൊന്നും വരില്ല. 4-ാം തീയതി കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കില്ല, എനിക്ക് വയ്യ 4-ാം തീയതി കഴിഞ്ഞുള്ള ഓർമ്മിക്കാൻ. ഇതൊക്കെ തിരിച്ചാണ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? എങ്ങനെ സംഭവിക്കൂല്ലെന്ന് നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അതായത് എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്ക് പിന്നെ താമര വിരിയും, അതാണ് അപ്പടിയാണ്. ഇവിടെ കേരളത്തിൽ 3 സ്ഥലത്ത് താമര വിരിയും, മൊത്തത്തിൽ താമരമയമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോൺഗ്രസ് ഇവിടെ ഈ നമ്മുടെ ഈ ബോർഡർ കഴിഞ്ഞാൽ ഇവർ മച്ചമ്പിയാണല്ലോ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് വരില്ല. എന്നാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് 15 സീറ്റ് 18 സീറ്റ് 20-20 എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തട്ടിമറിച്ച് ഇവിടെ മരപ്പട്ടിയും വേണ്ട, പിന്നെ ചീങ്കണ്ണിയും വേണ്ട, പെരിച്ചാഴിയും വേണ്ട, ഞങ്ങൾ വരും. വന്നാൽ ഞങ്ങൾ പിണറായിയുടെ ആൾക്കാർ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പിണറായിയുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അല്ല, ഇപ്പൊ ഈ എക്സിറ്റ് പോൾ നടന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഭയങ്കര ആക്ഷേപവും പിന്നെ ഒരു താറടിക്കലും കാര്യങ്ങളും ഒക്കെ. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോണത്? അല്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും. കാരണം ഇപ്പം ഇന്ത്യ 4-ാം തീയതി കഴിഞ്ഞ് ഇന്ത്യ ഇല്ല എന്ന് എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ചങ്ക് പൊട്ടി വേദനയോടുകൂടി ഇരിക്കുമ്പം അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഒരു മാമൻ, ഗാർക്കെ മാമനും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അവിടെ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ അതിൻ്റെ പങ്കുവയ്ക്കണതിനെ കാര്യങ്ങളൊക്കെ കുറിച്ച് അങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ ഞാൻ കണ്ടു കേട്ടാ. അവർ ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചൊക്കെയാണ്, ഇന്ന ആൾക്ക് ഇന്ന സാരം, ഇന്ന ആൾക്ക് ഇന്നത്. പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഈ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി തന്നെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എക്കാലത്തെയും പ്രധാനമന്ത്രി ഇതേ പൊസിഷൻ തന്നെ നിൽക്കണം. ഇതിനിടയ്ക്ക് ഒരു ടിക്കറ്റൊക്കെ ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നാട് വിട്ടു പോകണമെന്നോ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇന്നൊരു ദിവസം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം, നാളെ ഒരു ദിവസം കൂടെ, നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. പിന്നെ ഇന്ത്യ ഇല്ല, ഇടതുമില്ല. അപ്പൊ ഇനി ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ല. ഇന്ന് പിന്നെ നമ്മുടെ കെ മുരളീധരൻ
ഇത് നമ്മുടെ പുള്ളി പറഞ്ഞേക്കണത് പിന്നെ വട്ടപൂജ്യമായിരിക്കും. ആര്? CPM. പിന്നെ BJP കേരളത്തിൽ വട്ടപൂജ്യമായിരിക്കും. എന്നിട്ട് പറയാണ് കോഴിമുട്ടയെ പോലെ ഇരിക്കുമെന്ന്. ഈ വട്ടപൂജ്യവും കോഴിമുട്ടയും തമ്മിൽ അത് പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയാവൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞതുപോലെ എനിക്ക് പറ്റുന്നില്ല ഏട്ടാ, എനിക്ക് സംസാരിക്കാൻ എൻ്റെ വാക്കുകൾ എനിക്ക് വരുന്നില്ല. സമാനപ്പെടും. ഞാൻ പോവാണ്. നമസ്കാരം. മറ്റൊന്ന് ഇന്ത്യ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.